എന്നെ തന്നെ നോക്കിയേ, ഭയങ്കര ടയേർഡായില്ലേ ഞാൻ. ഇന്നലെ അതുപോലത്തെ നടപ്പായിരുന്നു. രാവിലെ തുടങ്ങിയ നടപ്പാണ്. 8 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ നടപ്പ് ഏകദേശം 2 മണി 2:30 ആയപ്പോൾ അവിടെ 2 മണിയായപ്പോൾ അവിടെ എത്തി. 1:30 ആയപ്പോൾ അവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് 2:30 നമ്മൾ ലാബ ടവറിൽ നിന്ന് 2:30 തിരിച്ചിട്ട് ഇവിടെ ഏതാണ്ട് 5:30 ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ എത്ര മണിക്കൂർ നമ്മൾ നടന്ന് 10 കിലോമീറ്റർ അങ്ങനെ നടന്ന് മൊത്തം ഹൈറ്റിലേക്കായിരുന്നു. അതാ ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ. അതുകൊണ്ട് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കരമായിട്ട് എല്ലാം കവർ ചെയ്തിട്ട് പോലും തണുത്ത കാറ്റാണ്. കാറ്റടിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ കണ്ണിൽ കൂടെ വെള്ളം വരുന്നു. പിന്നെ ഞാൻ രാവിലെ എണീച്ചിപ്പോൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിചാരിക്കും രാവിലെ എണീച്ച് വീഡിയോ എടുക്കണോ, പക്ഷെ നടക്കുന്നില്ല. ടോപ്പിലാണ് ഇനി കയറേണ്ടത്. 2 ദിവസം കൂടെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ലമോഷ റൂട്ടാണ് എടുത്തിരുന്നത് 7 ദിവസത്തേത്. പിന്നെ ഞാനത് മാറ്റിയത് 8 ദിവസം ആക്കി അക്ലമറ്റൈസേഷന് വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ 7 ദിവസം കൊണ്ടാകുമ്പോൾ നമ്മൾ 2 ദിവസം നടക്കേണ്ടത് 1 ദിവസം നടക്കേണ്ടി വരും. അതിനെക്കാട്ട് നല്ലത് നമ്മൾ 8 days തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പം 8 ദിവസമാണ് ആക്കിയിരിക്കുന്നത്. പിന്നെന്താ, തണുത്ത കാറ്റാണ് അടിക്കുന്നത്. പിന്നെ ഞാൻ കാണിക്കാന്നുണ്ടോ, അങ്ങ് കണ്ടോ അവിടെ നിന്നാൽ കുറച്ച് നെറ്റ്വർക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ നിന്ന് അങ്ങനെ കയറിയതുകൊണ്ട് അങ്ങ് പോകണം. പിന്നെ ഇന്നലെ വന്ന വഴിക്ക് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ചെറുതായി രാത്രിയിലൊന്നും കിട്ടുന്നില്ലെന്ന് ആൾക്കാർ പറയുന്നത് കേട്ടു. നെറ്റ്വർക്കൊന്നും തണുത്ത് കയ്യിൽ 2 തെർമൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, അല്ലാത്ത ഇട്ടിട്ടുണ്ട്. രാത്രിയിൽ ഞാൻ മറ്റേ സബ്മിറ്റിനുള്ള ഗ്ലൗസ് വരെ ഇട്ടു. എന്നിട്ടും നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ കാലൊക്കെ പെരുത്തിട്ട് വയ്യ. അപ്പോൾ ഇനി പല്ല് തേക്കട്ടെ. ചൂടുവെള്ളം തരും പല്ല് തേക്കാൻ അവർ കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 5-ാം ദിവസം ട്രെക്കിങ് തുടങ്ങി. രാവിലെ 8:30 മണിയായി. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കരാങ്കെ ക്യാമ്പിലേക്കാണ് പോകുന്നത്. നമ്മളൊരു ഹഗ്ഗിങ് റോക്കൊക്കെ കയറി അവിടെ നിന്ന് നമ്മൾ കരാങ്കെ ക്യാമ്പിലെത്തും. നമ്മൾ ഇന്നിപ്പം ബറാങ്കാവോളിലായിരുന്നു താമസിച്ചിരുന്നത്. എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി. നമ്മൾ പോകാൻ പോകുന്ന റൂട്ട് ഞാൻ കാണിച്ചു തരാമേ. നമ്മൾ കയറാൻ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ആ വഴി കണ്ടോ, അതിലേക്കൂടാണ് ഇനി കയറേണ്ടത്. അതെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ടാസ്ക്. ഇന്ന് 4 കിലോമീറ്ററാണുള്ളത്. അതിൻ്റെ ടോപ്പിലെത്തണം കണ്ടോ. അതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഭയങ്കരമായിട്ട് റിസ്ക്കാണ്. നോക്കി കണ്ടാൽ തന്നെ അറിയാമല്ലോ എങ്ങനെയാണ് പോകുന്നത്. കണ്ടോ, ഇങ്ങനെ കയറി 6 പോലാണ്. ഇങ്ങനെ പോകണം. എപ്പോൾ എത്തുമെന്നൊന്നും അറിയില്ല, എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിലേ കൂടാണ് പോകേണ്ടത്. വരുന്ന വഴിക്ക് ഒരു അരുവി കണ്ടോ. നമ്മളിനിയും കയറാൻ പോകുന്നു. ഇനിയും താഴേക്ക് ഇറങ്ങണേ. താഴേക്ക് ഇറങ്ങിയിട്ട് നോക്കി അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കടന്നിട്ട് അതിലെ മേളിലോട്ട് കയറി കണ്ടോ ആൾക്കാർ കയറി പോകുന്നതുണ്ടോ. അങ്ങനെ കയറി പോകണം. ആൾക്കാരൊക്കെ വരുന്നുണ്ടോ കണ്ടോ. കണ്ടോ, എൻ്റെ ദൈവമേ, എങ്ങനെ കയറിയത്. 4200 മീറ്ററിലാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ഇത് 3900 ആണ്. ഒരു പാലം കണ്ടോ, ഈ പാലം കടന്നിട്ട് വേണേ നമുക്കിനി ഇങ്ങനെ കയറി പോകണം കേട്ടോ. ആ പാലത്തിൽ കൂടെ പോകണം. അവിടെ ഇതിലുണ്ടോ വലിയൊരു പാറ ഉണ്ടോ.
ഗ്രീൻ കളർ ഒരു ഇത് കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ആ വഴി ഇറങ്ങി കണ്ടോ, അതിലേ ഇറങ്ങി ഇതിലേ നമ്മൾ കയറി വരുന്നത്. പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര ടഫാണ്. ദേ ഇങ്ങനെ കിടക്കുകയാണ്. ദേ നമ്മുടെ വെരി ക്ലോസ് ആയിട്ട് ദേ കിളിമഞ്ചാരോ കാണാൻ പറ്റും. കണ്ടോ ഇങ്ങനെ ഹൈറ്റാണ്. ഇത് ഇറങ്ങി വരുന്നവരൊക്കെ ഉണ്ടോ, ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറി പോണം. കണ്ടോ ഡേഞ്ചറായ സ്ഥലമാണേ. ഓക്കെ കണ്ടോ, കയറി ഇനി മുകളിലേക്ക് പോകണം കേട്ടോ. ഇവിടെ വരെ എത്തിയതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, മൊബൈലെടുത്ത് നമുക്ക് എടുക്കാനും പറ്റില്ല. കണ്ടോ ഇങ്ങനെ ഇരുന്നും പിടിച്ചൊക്കെ വേണം കയറാൻ. ക്യൂ ആണ്, ഫുള്ള് ക്യൂലാണ്. കയറി പോകുന്ന ആൾക്കാരെ കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കയറി പോകേണ്ടത്. ഇതാണ് കിസ്സിംഗ് റോക്ക്. ഉണ്ടോ ഇതിലേക്കൂടാണ് നമ്മൾ വന്നത്. ചെറിയൊരു വഴിയാണ്, ആ വഴിയിൽ കൂടെ വേണം വരാൻ. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ, വെരി അഡ്വഞ്ചർ. ഇനിതാ അങ്ങനെ കയറിപ്പോണം കേട്ടോ. കണ്ടോ ആ വഴിയുണ്ടോ, ഇനി ആ ഫുൾ അങ്ങനെ കയറിപ്പോണം. നമ്മളിപ്പോൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ കാണാൻ പോലും പറ്റില്ല. ഈ ഒരു ഫുൾ ഈ ഒരു ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് നമ്മൾ കയറിയാണ് വന്നത്. അങ്ങ് കാണാൻ നമ്മൾ താമസിച്ച സ്ഥലമൊക്കെ നോക്കി, ഇവിടെ നിന്ന് ഇങ്ങനെയായിരുന്നു നമ്മൾ വന്നത്. ഇതാ കണ്ടോ. Najiona wanaruka pale kiwaga kama hii mambo ya hela. Ila najiona mara nyingi huwa wanatupa. Na hivi huwa wanatupa. Yaani nyingi nilizoendaga pale. Hata kitu sana. Lakini ndio nilishangaa. Ndio. ദേ ഇത് നോക്കിയേ, ക്ലൗഡ്സ് കയറി പോകുന്നുണ്ടോ. ദേ ഞാൻ കാണിച്ചു തരാം. കിളിമഞ്ചാരോ ആണ് നമ്മൾ ഈ കാണുന്നത്. രണ്ടാ കാണുന്നുണ്ടോ, അവിടോട്ട് കണ്ട് ക്ലൗഡ്സ് കയറി പോകുന്നുണ്ടോ. നമ്മൾ ഓരോ ലെവലിങ്ങനെ എത്തുമ്പോഴും അതിങ്ങനെ പൊങ്ങി പിന്നെ ഹൈറ്റിലേക്ക് നമ്മൾ കാണുന്നത്. നമ്മൾ ഇത്ര ഇപ്പോൾ 4200 മീറ്ററിലേക്കാണ് വരുന്നത്. കണ്ടോ ക്ലൗഡ്സ് കയറി അതിനെ നിറഞ്ഞ കണ്ടോ. അപ്പോഴും ആ പൊക്കത്ത് അതിനേക്കാട്ടി പൊക്കത്തിലാണ് നമ്മൾ കാണുന്നത് കിളിമഞ്ചാരോ. നോക്കിയേ
അത് ഫുള്ള് ക്ലൗഡ്സ് കൊണ്ട് നിറഞ്ഞുണ്ടോ. ദേ ഇപ്പോൾ താണ്ട് തണുപ്പായി. നോക്കി ഇത് രസമോ കാണാനേ. ഓ അടിപൊളിയല്ലേ, സൂപ്പർ. നോക്കിയേ, ഇനി നമ്മൾ കയറി പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ആ വഴി അങ്ങനെ പോകുന്നതുകൊണ്ട് കണ്ടോ നമ്മുടെ ഗൈഡാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ മറ്റേ ഗൈഡ് അങ്ങോട്ട് പോയി, ഹുസൈൻ. ഇപ്പോൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹുസൈൻ ഫ്രണ്ട്. ഇനി കുറച്ചുകൂടെ ദൂരമേ ഉള്ളൂ, ഒരു 20 മിനിറ്റ് കൂടെ നടന്നാൽ മതി. നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി. കുറേ വെയിറ്റ് ചെയ്തുകൊണ്ട് നോക്കി മെത്ത വിരിച്ച പോലെ കാണിക്കാമേ. നോക്കി ക്ലൗഡ്സ് നോക്കി, എന്താ രസം നോക്കി. ഓ അടിപൊളിയല്ലേ, സൂപ്പർ. ഓ ഇത് കണ്ടോ, എന്താ ഭംഗിയല്ലേ. അതുകൊണ്ട് ആ കാണുന്ന മൗണ്ടൻ കണ്ടോ, ഒരു ബ്ലാക്ക് വൺ, അതാണ് മൗണ്ട് മെരു. ഇതൊക്കെ ഇവിടെ വന്ന് ആസ്വദിച്ചാലേ പറ്റത്തുള്ളൂ കേട്ടോ. അത്രയ്ക്ക് അടിപൊളി. ഇന്നത്തെ ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്ന് എനിക്കിഷ്ടപ്പെട്ടൊരു എന്താ കിസ്സിങ് റോക്ക്, അതിലേക്കൂടായിരുന്നു വന്നത്. അടിപൊളി സൂപ്പറായിരുന്നു. കണ്ട് നമ്മുടെ കിളിമഞ്ചാരോ ഒക്കെ മറിഞ്ഞ് ക്ലൗഡ്സ് വന്ന് മൊത്തം മറിഞ്ഞൊന്നും കാണാനില്ല. ഓ അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ 2 മണിക്കൂറൂടെ നടക്കണം. 3900 മീറ്ററിലാണ് ഇനി എത്താൻ പോകുന്നത്. കരാങ്ക ക്യാമ്പിലാണ് ഇനി എത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് 2 മണിക്കൂർ കൂടി ഇനിയുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത് ആയിപ്പോവും, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ബാക്ക് സൈഡ് നോക്കി, എന്താ അടിപൊളി നോക്കി. ഇവിടെ ഈ ബാക്ക് സൈഡ് കാണുവാണെങ്കിൽ കിളിമഞ്ചാരോ ആണ് ഈ കാണുന്നത്. കാണുന്നതാണ് കിളിമഞ്ചാരോ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.